കോൺഗ്രസിലെ നേതൃമാറ്റ ചർച്ചകൾ തള്ളി സംസ്ഥാന നേതൃത്വം. കെപിസിസി പ്രസിഡന്റ് മാറ്റത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ. വാർത്തകൾ നിഷേധിച്ച് പ്രതിപക്ഷ നേതാവ്. എല്ലാം മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തകളെന്ന് വി.ഡി. സതീശൻ. ഇന്നലെ രാവിലെ വാർത്തയാണ് കംപ്ലീറ്റ്. അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. അല്ല, അത് എനിക്കറിയില്ല. നിങ്ങൾ വാർത്ത കൊടുക്കുന്നത് നിങ്ങളാണ് പറയേണ്ടത്. കേരള നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ചത് സ്വാഭാവിക നടപടിയെന്ന് രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും. UDF നേതൃയോഗം കൊച്ചിയിൽ. മലപ്പുറം ചുങ്കത്തറയിലെ പഞ്ചായത്ത് അംഗം കൂറുമാറിയതിൽ ഭീഷണിയുമായി CPIM ഏരിയ സെക്രട്ടറി. സൈബയുടെ ഭർത്താവിനെ ഭീഷണിപ്പെടുത്തിയത് CPIM ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ. അൻവറിനോടൊപ്പം നിന്നാൽ ഭാവിയിൽ ഗുരുതര വിഷയം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. പാർട്ടിയെ കുത്തിയാണ് പോകുന്നതെന്ന് ഓർത്തുവെച്ചോളാൻ ഭീഷണി കോൾ. അൻവറെ കണ്ടിട്ട് തീരുമാനമെടുക്കാൻ ഭാവിയിൽ വലിയ ഗുരുതരമായ വിഷയങ്ങളുണ്ടാവും. ഈ പാർട്ടിയെ കുത്തിയിട്ടാണ് ഈ പോണത്. അത് ഓർമ്മ വെച്ചു. ഒരു രാഷ്ട്രീയം എന്നെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഉണ്ടാവുകയാണ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും. ഡോക്ടറുടെ അനുമതി ലഭിച്ചാൽ നടപടി. അഫാന്റെ കുടുംബത്തിന് കടം നൽകിയവരുടെ വിവരം ശേഖരിക്കാൻ പോലീസ്. കാമുകി ഫർസാനയുടെ മാലയും അഫാൻ പണയം വെച്ചിരുന്നുവെന്നും കണ്ടെത്തൽ. അഫാന്റെ ഉമ്മ ഷെമിയുടെ മൊഴി ഇന്ന് രേഖപ്പെടും. മലപ്പുറം ചോളമുണ്ടയിൽ കാട്ടാനക്കുഴിയിൽ വീണ് ചെരിഞ്ഞ നിലയിൽ. ചെരിഞ്ഞത് കസേരക്കൊമ്പൻ എന്ന് വിളിക്കുന്ന ആന. ജഡം കണ്ടെത്തിയത് സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലെ സെപ്റ്റിക് ടാങ്ക്. സംസ്ഥാനത്തെ വന്യജീവി ആക്രമണത്തിൽ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം ഇന്ന്. പ്രശ്നപരിഹാരത്തിന് സ്വീകരിച്ച നടപടികൾ വിലയിരുത്തും. വനം, റവന്യൂ, ധനകാര്യം തുടങ്ങിയ വകുപ്പ് മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും പങ്കെടുക്കും. CPI നേതാവും മുൻ MLAയുമായ P. രാജു അന്തരിച്ചു. അന്ത്യം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ. വിടവാങ്ങിയത് 2 തവണ പറവൂർ MLAയും എറണാകുളം ജില്ലാ സെക്രട്ടറിയുമായ നേതാവ്. തൃശൂരിൽ മദ്യലഹരിയിൽ സുഹൃത്ത് പിടിച്ചു തള്ളി നിലത്ത് വീണ അധ്യാപകൻ മരിച്ചു. മരിച്ചത് പൂങ്കുന്നം സ്വദേശി അനിൽ. സുഹൃത്ത് രാജരാജൻ കസ്റ്റഡിയിൽ. സംഭവം രാത്രി സംഗീത അക്കാദമി പരിസരത്ത്. കടൽ മണൽ ഖനനത്തിനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരായ 24 മണിക്കൂർ തീരദേശ ഹർത്താൽ തുടരുന്നു. ഹർത്താൽ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. പിന്തുണയുമായി LDFും UDFും സമുദായ സംഘടനകൾ. പിതൃസ്മരണയിൽ വിശ്വാസികൾ. സംസ്ഥാനത്ത് വിവിധ ക്ഷേത്രങ്ങളിൽ ശിവരാത്രി ബലിതർപ്പണം തുടരുന്നു. ആലുവ മണപ്പുറത്ത് ബലിതർപ്പണത്തിന് വൻ തിരക്ക്. മണപ്പുറത്ത് വിപുലമായ സൗകര്യം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. വൃക്കയുടെ പ്രശ്നങ്ങളിൽ കുറവെന്ന് വത്തിക്കാൻ. ശ്വാസകോശ അണുബാധയിലും നേരിയ കുറവ്. രക്തപരിശോധനാ ഫലങ്ങളിലും പുരോഗതിയെന്നും വത്തിക്കാൻ.